നമ്മളെ രണ്ടുപേരും തോൽപ്പിക്കാൻ വേണ്ടി ഈ വാശി. അച്ഛമ്മയുടെ വാശി ജയിക്കട്ടെ. എനിക്കാകെ പേടിയാവുന്നു. എനിക്ക് ഒരു പേടിയില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പറ്റണം, എന്നാലേ പഠിക്കൂ. ഈശ്വര, അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സത്യയുടെ അടുത്തേക്കല്ലേ പോയിരിക്കുന്നേ? ആ ഒരു ആശ്വാസമേ എനിക്കുള്ളൂ. സത്യയുടെ അടുത്തെത്തിക്കഴിഞ്ഞാ ഒരു പോറല് പോലും ഏൽക്കാതെ അവൾ നോക്കിക്കോളും. കോളനിക്കാരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട അത് ചിലപ്പോ സത്യയുടെ കല്യാണത്തെ തന്നെ ബാധിക്കും എന്ന് കരുതി പാവപ്പെട്ടവരുടെ കാശ് തട്ടിയെടുക്കുന്നവനെ കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് സത്യം നല്ലത്. ദിവ്യയുടെ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നവര് സത്യ കണ്ടില്ലല്ലോ. അവര് സത്യ കാണണ്ടെന്ന് ദിവ്യ അമ്മയും തീരുമാനിച്ചപ്പോ വിഷമം തോന്നിയില്ലേ നിനക്ക്? എന്നിട്ട് അത് സഹിച്ചില്ലേ നീ? അതെ, അതിനേക്കാൾ വലുതല്ല കോളനിയിലെ രണ്ടുപേരുടെ ദുരിതാശ്വാസമുണ്ട് MLA തട്ടിയെടുത്തത്. നിങ്ങൾക്കത് വലുതായിരിക്കില്ല. ആ MLA ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. വലിയ വലിയ ആളുകളെ സത്യ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോകുന്നത്? നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ചവൻ എങ്ങനെയാ നമ്മളെക്കാളും വലിയ ആളാവുന്നേ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരേണ്ടവനാണ് MLA. അയാളുടെ സ്ഥിതി നമുക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെയാ പറയുന്നേ, ആവശ്യത്തിലധികം ശമ്പളം പറ്റുന്ന അയാള് പാവപ്പെട്ടവന് കിട്ടുന്ന ഔദാര്യത്തിൽ കൈയിട്ട് വരുന്നു. ചില സ്ഥലത്ത് നമ്മൾ തോറ്റു കൊടുക്കണം സത്യ. ഇവന്റെയൊക്കെ മുമ്പിൽ എന്തിനാ തോറ്റു കൊടുക്കുന്നേ? സത്യ തോറ്റത് അമ്മയുടെയും ചേച്ചിയുടെ മുൻപില്. അവരോടുള്ള സ്നേഹത്തിന് മുൻപില് ഞാൻ തോറ്റുപോയിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ഇനിയും തോൽക്കാൻ തയ്യാറാ. അവർക്ക് മോശം വരുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല. പൊഴുത്ത പട്ടിയെ പോലെ അവരെന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചോട്ടെ, ഓടാൻ ഞാൻ തയ്യാറാ. കാരണം എന്താണെന്നറിയോ? അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അപ്പോ അവരുടെ ഇഷ്ടത്തിനൊത്ത് സത്യ പെരുമാറിയല്ലേ പറ്റൂ. സുധി, എന്താ ചേച്ചി? എത്ര കാലമായി നിന്റെ വായിന്ന് അങ്ങനെ ഒരു വിളി കേട്ടിട്ട്. അല്ല, നീ എവിടെയെങ്കിലും പോവാണോടാ? അല്ല, പക്ഷേ ഇത്തിരി നേരം ഞാൻ ബിസി ആയിരിക്കും. അതെന്താ? എനിക്കൊരു ചിത്രം വരയ്ക്കാനുണ്ട്. ഏകാന്തമായിട്ടിരുന്ന് വേണം. ചേച്ചിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഒഴിവായി തരാനല്ലേ? ആരെയാ നീ വരയ്ക്കാൻ പോകുന്നത്? ആ ദിവ്യായിരിക്കും. യെസ്, എങ്ങനെ മനസ്സിലായി? എടാ, നിനക്കിനി അവളെ വരയ്ക്കുന്ന പരിപാടി ഒന്നും നിർത്താറായില്ലേ? നിർത്താനോ? ഞാൻ വര തുടങ്ങിയെന്നല്ലേ ഉള്ളൂ. ആദ്യം നിന്റെ തലവര നേരെയാവട്ടെ, എന്നിട്ട് പോരെ ആ പെണ്ണിനെ വരച്ചുണ്ടാക്കല്. എന്റെ തലവരയ്ക്ക് എന്താ കുഴപ്പം? മണിമംഗലം തറവാട്ടിൽ ജനിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമല്ലേ? അതും ചന്ദ്രദാസിന്റെയും രാധികയുടെയും മകനായിട്ട്, സതീഷിന്റെയും സുജിതയുടെയും അനിയനായിട്ട്. പിന്നെ ഇഷ്ടം പോലെ പണം, മനസമാധാനം. നീ പറഞ്ഞതെല്ലാം ശരിയാ, പക്ഷേ ഇതെല്ലാം പോവാൻ ഒരു നിമിഷം മാത്രം മതി. ഓ, അതൊക്കെ ചേച്ചിക്ക് അറിയാല്ലേ? അത് പിന്നെ ചേരാത്ത ജാതകങ്ങൾ തമ്മിൽ ചേർത്താ അതിലും വലുതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ജാതകവും നമ്മൾ പറഞ്ഞതും തമ്മിൽ എന്ത് ബന്ധം? എടാ മോനെ, നീ എന്തിനാടാ ദിവ്യയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അവളുടെ ജാതകം നിനക്ക് ചേരില്ല എന്നാരെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തിനാ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിവാഹം ആ തിരുമേനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോന്നേ? അടുത്ത തവണ നിശ്ചയിക്കുമ്പോ
തീർച്ചയായും തിരുമേനി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. നീ കണ്ടോ, അടുത്ത തവണ ചിലപ്പോ തിരുമേനി പറയാൻ പോകുന്നത് ഈ വിവാഹം നടക്കില്ല എന്നായിരിക്കും. ചേച്ചി, വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. അതെ, നിനക്ക് വേണ്ടാത്തത് പ്രവർത്തിക്കാം. ചേർച്ചയില്ലാത്ത ജാതകവുമായിട്ട് നീ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടു വന്നാ എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കാന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് സംഭവിക്കാൻ? നീ നേരത്തെ നിന്റെ തലവരെ കുറിച്ച് പറഞ്ഞില്ലേ? മണിമംഗലം തറവാടിന്റെയും ചന്ദ്രദാസിന്റെയും രാധികയുടെയും എന്റെ സതീഷേട്ടന്റെ എല്ലാം മഹിമയെക്കുറിച്ച് നീ ഊറ്റം കൊണ്ടില്ലേ? അതെല്ലാം തകരുവിടാ. തകരാനോ? എടാ, കയറി വരുന്ന പെണ്ണ് വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവളാണെങ്കിൽ ഏത് കൊടി കുത്തിയ പണക്കാരനാണെങ്കിലും അവസാനം വടിപിടിച്ചിരിക്കേണ്ടി വരും. നീ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഓരോന്നും ചീഞ്ഞടിയും. ചേച്ചി ഓരോന്നും വെറുതെ പറയാതെ ഒന്ന് പോയേ. ഹാ, എന്നെ ആട്ടി ഓടിച്ചാലും ഞാൻ പറയുന്ന സത്യത്തെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു പെണ്ണ് കാരണം ഈ കുടുംബം തമ്മി തല്ലി പിരിയേണ്ടി വരും. എടാ, അതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നേ. ചേച്ചി എന്ത് പറഞ്ഞാലും ദിവ്യ ഞാൻ ഒഴിവാക്കില്ല. ദിവ്യേക്കാളും സുന്ദരികളായ എത്രയോ പെൺകുട്ടികളെ നിനക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ദിവ്യേക്കാൾ സുന്ദരികളായ പെൺകുട്ടികളുണ്ടാവാം, പക്ഷേ എനിക്ക് അവളെ മതി. നീ ആ കോളനി പെണ്ണിന്റെ പിറകെ നടന്ന് ജീവിതം തീർക്കരുത് എന്റെ മോനെ. ഈ ചേച്ചിയുടെ അപേക്ഷ അത്. ദിവ്യയുടെ പിന്നാലെ നടന്ന് ജീവിതം തീർക്കാനാണ് എന്റെ യോഗമെങ്കിൽ അതാണ് എനിക്കിഷ്ടം. മറ്റൊരു പെണ്ണിനെ ശ്രുതി കെട്ടില്ല. എടാ, മറ്റൊരു പെണ്ണിനെയല്ല, പൂജയെ. അവളെ നീ കെട്ടും. നിന്നെ കൊണ്ട് ഈ ചേച്ചി കെട്ടിച്ചിരിക്കും. എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ആരെയും ആട്ടി ഇറക്കിയിട്ടില്ല. സത്യയുടെ കാര്യം സുധിയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ സമയത്ത് സത്യ ഇങ്ങോട്ട് കയറി വന്ന പ്രശ്നമാവുന്നുള്ളത് ആർക്കും ആലോചിച്ച മനസ്സിലാവുന്ന കാര്യമല്ലേ. തൽക്കാലം സത്യ അവര് കണ്ട പ്രശ്നമാവും. ഇതാരാന്ന് ചോദിച്ചാ അനിയത്തിയല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയും പറയില്ലേ മോളന്ന്? ആ ഒരു ബന്ധം പോലും പറയാതെ അടിച്ചിറക്കേണ്ടി വരുമെന്നാ ഞാൻ എന്റെ സത്യമോളോട് പറഞ്ഞത്. ഓ, അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. പോവാൻ പറഞ്ഞ പോയിട്ടില്ലെങ്കിൽ അതല്ല, അതിനപ്പുറവും പറയും ചിലര്. ചിലരെ പോലെയാണോ? ഞാൻ അവളുടെ അമ്മയല്ലേ? അമ്മ അവളോട് വെറുതെ പറഞ്ഞതല്ലോ. എന്റെ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്നാലും അതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. നിനക്ക് വേണ്ടി എത്ര പേരെ ഞാൻ ഒഴിവാക്കണം? നിന്റെ ഒരാളുടെ കല്യാണം നടന്നു കിട്ടുന്നതിന് വേണ്ടി സത്യ ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിട്ടു. സത്യ ഇല്ലാത്ത വീട്ടിൽ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ അച്ഛമ്മയെ ഇറങ്ങിപ്പോയി. നിന്റെ കല്യാണം അത് കഴിഞ്ഞാ ഞാനും എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകും. അതോടെ തീരുവല്ലോ എല്ലാം. അമ്മ പറയുന്നത് കേൾക്കുമ്പോ എല്ലാത്തിനും കാരണക്കാരി ഞാനാന്ന് തോന്നും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ തന്നെയല്ലേ സുധിയുടെ വീട്ടുകാരോട് സത്യയുടെ കാര്യം മറച്ചു വെച്ചത്? എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാ. മുകളിലിരുന്ന് നിങ്ങളുടെ അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടാകും. മഹാപാപിയായ എന്നെ 100 വട്ടം ശപിക്കുന്നുണ്ടാകും. മരിച്ചുപോയ അച്ഛൻ നമ്മളെയൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തം എന്റെ അമ്മേ. വിഡ്ഢിത്തമായിരിക്കും. അങ്ങനെ ചില വിഡ്ഢിത്തരങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ടാ നമ്മളൊക്കെ നേരാവണ്ണം ജീവിച്ചു പോകുന്നത്. അമ്മേ, ഞാനിപ്പോ എന്താ വേണ്ടത്? അച്ഛമ്മ അന്വേഷിച്ചു പോണോ? നീ അന്വേഷിച്ചു പോയാലും അച്ഛമ്മ വരില്ല. വരില്ല. അച്ഛമ്മയ്ക്ക് സത്യയോട് മാത്രല്ലേ സ്നേഹമുള്ളൂ.
ആ പാവം വഴിയിലെങ്ങാനും വീണു പോവോന്നാ. അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കെ. അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സത്യയുടെ അടുത്തേക്കല്ല അച്ഛമ്മ പോയത്. അവളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാ പിന്നെ കുഴപ്പമൊന്നും വരില്ല, അതെനിക്ക് ഉറപ്പാ. അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നീ കഴിച്ചോ, എനിക്ക് വിശപ്പും ദാഹമൊന്നുമില്ല. ഓ, ഈശ്വര, ഇല്ലടാ, ഞാനങ്ങ് വന്നേക്കാം. ആ ശരി. അച്ഛമ്മേ, അച്ഛമ്മ ഇതെവിടേക്കാ? നിന്നെ തെരഞ്ഞിറങ്ങിയതാ. നീ ഉള്ളിടത്തെ ഇനി ഞാനും നിൽക്കൂ. അത് ഞാൻ വർക്ക്ഷോപ്പിൽ പോയി അന്വേഷിച്ചു. അപ്പൊ പിള്ളേര് പറഞ്ഞു നീ അവിടുന്ന് നേരത്തെ ഇറങ്ങിയെന്ന്. നിന്നെ തെരഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? തിരിച്ചു പോകുന്നില്ലാന്ന് കരുതി ഇറങ്ങുമ്പോ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ കയ്യിൽ കരുതണ്ടേ. തിരിച്ചു പോകുന്നില്ലെന്നോ? നിന്നെ ആട്ടി ഓടിച്ച് ആ വീട്ടിൽ കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല മോളെ. അച്ഛമ്മേ, എന്താ ഇത്? എന്റെ മോക്ക് വല്ലാതെ സങ്കടമായിട്ടുണ്ടാവുമല്ലേ? ഏയ്, എനിക്ക് സങ്കടമൊന്നുമില്ല. എങ്ങനെ എന്റെ കുട്ടി ഇതൊക്കെ സഹിക്കണേ? അതൊന്നും സാരമില്ല അച്ഛമ്മേ. എന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ അവരെന്നോട് അവിടുന്ന് പോവാൻ പറഞ്ഞത്. നിന്നെ ഒഴിവാക്കിയിട്ട് വേണോ ദിവ്യയെ കെട്ടിച്ചയക്കാൻ? അത് പിന്നെ എന്റെ ഈ കോലവും വേഷവും എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല അച്ഛമ്മേ. അതുകൊണ്ടല്ലേ അമ്മയും ചേച്ചിയൊക്കെ അങ്ങനെ. കോലവും വേഷവും ഒക്കെ നോക്കിയിട്ടാണോ? നീ അവളുടെ അനിയത്തിയല്ലേ? അവരെന്താ മനുഷ്യന്മാരല്ലേ? നീ ദിവ്യയുടെ അനിയത്തിയാണെന്ന് പറഞ്ഞ അവരീ കല്യാണം വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്ന പോലെ ഒന്നും അല്ല അച്ഛമ്മ ആളുകള്. എന്തായാലും എന്റെ ചേച്ചിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ കാരണം അത് മുടങ്ങി പോവാൻ പാടില്ല. അത്രേ ഞാൻ നോക്കുന്നുള്ളൂ. വാ, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. അതെന്തിനാ? എന്റെ ബാഗ് സാധനങ്ങളും അവിടെ വയ്ക്കണം. ഞാൻ ഇനി നിന്റെ കൂടെ അവിടെയാ താമസം. എന്റെ കൂടെയോ? ഏയ്, അതൊന്നും ശരിയാവില്ല. എല്ലാം ശരിയാവും. അവിടുത്തെ തറയിൽ കിടന്നുറങ്ങാൻ നിനക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. എന്നെ പോലാണോ അച്ഛമ്മ? അച്ഛമ്മ വന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, അതിപ്പോ ഒരു വീടല്ല, നരകോ. ആ നരകത്തിലേക്ക് ഇനി ഞാനില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ കയറി വിഷം കലക്കാതെ ഒന്ന് ഇറങ്ങി പോവോ? ഈ നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്ന് മുതലാ അച്ഛമ്മ നിങ്ങൾക്കെല്ലാം ആ വീട് നരകമായി തുടങ്ങിയത്? നീ ഇല്ലാത്ത ആ വീടിനെ സ്വർഗം ഒന്ന് വിളിക്കാൻ എന്നെ കൊണ്ടാവില്ല മോളെ. മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അച്ഛമ്മ കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. അപ്പൊ കഴിക്കാതെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നിന്നെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയച്ചു എന്ന് കേട്ടപ്പോ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മ പോണം. നീ ഇല്ലാതെ ഞാൻ ഇനി ഒരിടത്തേക്കും പോവില്ല. വാശി പിടിക്കരുത്. ഞാനില്ലെങ്കിലും ചേച്ചിയുടെ കല്യാണം നടക്കും. സത്യ എന്നൊരു അനിയത്തെക്കുറിച്ച് ചേച്ചിയുടെ ബന്ധു വീട്ടുകാർ അന്വേഷിക്കുക പോലുമില്ല. അല്ലെങ്കിലും അവർക്ക് അറിയില്ലല്ലോ ദിവ്യക്ക് ഇങ്ങനെ പൊട്ടിക്കാളിയായ ഒരു അനിയത്തി ഉണ്ടെന്ന്. ഞാൻ കല്യാണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ചേച്ചിക്ക് അതൊരു അനുഗ്രഹമാവും, അമ്മയ്ക്ക് ആശ്വാസം. ആയിക്കോട്ടെ, അവർക്ക് അനുഗ്രഹവും ആശ്വാസവും ഒക്കെ ആയിക്കോട്ടെ. ഞാനും പങ്കെടുക്കുന്നില്ല ആ കല്യാണത്തിന്. അങ്ങനൊന്നും പറയരുത്. അച്ഛമ്മ വേണം മുന്നിൽ നിന്ന് ആ കല്യാണം നടത്താൻ. ഇല്ലെങ്കിൽ അമ്മയ്ക്കും ചേച്ചിക്കും അത് വലിയ വിഷമാവും. ചേച്ചിയുടെ വീട്ടുകാർ അച്ഛമ്മയെ അന്വേഷിക്കില്ലേ? അപ്പൊ അമ്മയും ചേച്ചിയും എന്താ മറുപടി പറയാ? അവരെന്തെങ്കിലും പറയട്ടെ, അല്ലെങ്കിൽ അച്ഛമ്മ മരിച്ചുപോയെന്ന് പറയട്ടെ. അച്ഛമ്മേ, എന്താ ഇത് കുട്ടികളെ പോലെ? അച്ഛമ്മ വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോവാം. ഞാൻ വരണമെങ്കിൽ നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് വാക്ക് തരണം. അച്ഛമ്മ,
ഞാൻ ഇനി വന്നാൽ ശരിയാവില്ല. എന്നാ ഞാനും പോകുന്നില്ല. ശ്ശെ, ഇത് വലിയ കഷ്ടമായല്ലോ. കഷ്ടമായെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എന്നുവെച്ചാ ഞാന് എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് ജീവിച്ചോളാം. ചാവാൻ പേടിയുള്ളതുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ നിന്നെ കാണാൻ വരാതെ നേരെ വല്ല തീവണ്ടിക്കും തല വെച്ച് ചത്തേനെ ഞാൻ. അച്ഛമ്മ നമുക്ക് പോവാം. എവിടേക്ക്? വീട്ടിലേക്ക്. നീയും വരണം. വരാം. ഹലോ, അച്ഛനും അമ്മയും അവിടെ വന്നിരുന്നു അല്ലേ? സുധിയോട് പറയാതെയാണല്ലേ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ അവിടേക്ക് വിടില്ലായിരുന്നു. അതെന്താ? ആ, അത് പിന്നെ നമ്മുടെ കല്യാണം ഒന്നുകൂടെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞാ ദിവ്യയ്ക്കും വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എത്ര തവണ നിശ്ചയിച്ചാലും സുധി ദിവ്യയെ തന്നെയല്ലേ കേട്ടുള്ളൂ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? പിന്നെന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് പോലും. ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് രണ്ടാമത് നിശ്ചയിക്കണമെന്ന് പറഞ്ഞത്. സുധി എന്നെ ഉപേക്ഷിച്ചു പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് മതി എനിക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ദിവ്യയെ തന്നെ വിവാഹം കഴിക്കൂ. എനിക്ക് അത് കേട്ടാ മതി. രണ്ടാം തവണ നിശ്ചയിക്കേണ്ടി വന്നതിൽ ദിവ്യയ്ക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞല്ലോ. നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ? അതെ, അങ്ങനെ ആശ്വസിക്കാം. എത്രയും വേഗം നമ്മുടെ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ വ്രതം എടുക്കുന്നുണ്ട്. അതെയോ? അതെ. ദൈവം അനുഗ്രഹിച്ച് എല്ലാം വേഗം നടക്കും. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, ഓക്കെ. അച്ഛമ്മ, മഹാബാബിയോട് പോർക്കണം. മോളെ, എന്റെ മോളോട് ഞാൻ ചെയ്തത് ഒരമ്മയും ചെയ്യാത്ത കാര്യങ്ങളാ. ഇതൊക്കെ എത്ര നിസ്സാര കാര്യ അമ്മ. സ്വന്തം കുഞ്ഞിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുടെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. മോളെ, ഞാൻ ചില നേരത്ത് ഞാൻ ഇങ്ങനെയാ. അമ്മ അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ വേദനിപ്പിക്കുന്നതല്ല. അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? തെറ്റ് ചെയ്തത് ഞാനും അച്ഛമ്മയും അല്ലേ?
ചേച്ചിയുടെ ചെക്കന്റെ വീട്ടുകാർ എന്നെ കണ്ട ഇവളുടെ കല്യാണം മുടങ്ങും. അറിഞ്ഞുകൊണ്ട് അവർക്കിടയിലേക്ക് കയറി വരാൻ നോക്കിയത് എന്റെ തെറ്റ് തന്നെയാ. പിന്നതെ അച്ചമ്മ ഒരു കാരണമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് വെച്ചാ അതും തെറ്റ് തന്നെയല്ലേ? കാരണമില്ലാതെ അല്ലല്ലോ അച്ഛമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിന്നോട് ഞാൻ ചെയ്തത് ഇത്ര വലിയ ദ്രോഹമല്ലേ? ദൈവം പോലും പൊറുക്കാത്ത തെറ്റ്.